BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. സബ് കളക്ടർ ഇടപെട്ടിട്ടും ഭൂമാഫിയ റവന്യൂ അധികൃതരെ നോക്കുകുത്തിയാക്കി ഇടക്കൊച്ചിയിൽ തണ്ണീർത്തടം നികത്തുന്നു. കഴിഞ്ഞയാഴ്ച ഇടക്കൊച്ചി വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയ ഭൂമിയാണിത്. പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും വകവയ്ക്കാതെ ജോലിയുമായി മുന്നോട്ട് പോവുകയാണ്. സ്റ്റോപ്പ് മെമ്മോ നൽകിയതിനു ശേഷം സംഭവം ഫോർട്ട് കൊച്ചി സബ് കളക്ടർ റിപ്പോർട്ട് നൽകിയതായും വില്ലേജ് ഓഫീസർ പറഞ്ഞു. രൂക്ഷമായ വെള്ളക്കെട്ട് നേരിടുന്ന പ്രദേശത്താണ് നികത്തുന്നത്. തണ്ണീർത്തടത്തിന് കുറുകെ കോൺക്രീറ്റ് ഭിത്തികൾ കെട്ടി വിഭജിച്ചിരിക്കുകയാണ്. 1.5 ഏക്കറോളം വരുന്ന തണ്ണീർത്തടം പുഴയും കെട്ടിട അവശിഷ്ടങ്ങളും ഇട്ട് മൂടുകയാണ്. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തിനാൽ തരം മാറ്റി നൽകുന്നതിന് അനുമതി നിഷേധിച്ച സ്ഥലം കൂടിയാണിത്. പ്രദേശത്ത് തന്നെ റവന്യൂ അധികൃതർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുള്ള മറ്റുള്ള തണ്ണീർത്തടങ്ങളും നികത്തുന്നതായും പരാതിയുണ്ട്. 2 മാസത്തിനിടെ 6ഓളം ഇടങ്ങളിലാണ് നികത്തൽ നടന്നിട്ടുള്ളതെന്നാണ് പരാതികൾ. ഇവയ്ക്കെല്ലാം വില്ലേജ് അധികൃതർ സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണ്. രാത്രിയും പകലുമായിട്ടാണ് ഇത് നടക്കുന്നത്. അതിനാൽ പോലീസ് ഉണർന്നു പ്രവർത്തിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. മുറ പോലെ നികത്തൽ നടക്കുന്നുണ്ടെങ്കിലും പോലീസ് ഇരുഭാഗങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാറില്ലെന്നും നാട്ടുകാർ പറയുന്നു. 2 പതിറ്റാണ്ട് നീളുമ്പോഴും മനുഷ്യത്വമൊഴിയാതെ തങ്കളം കാക്കനാട് 4 വരിപ്പാത എറണാകുളം ജില്ലയിലെ 4 നിയോജക മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന പാതയാണ് 2 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും സാങ്കേതിക കുരുക്കിൽ കുരുങ്ങുന്നത്. കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ മനക്കടവിൽ നിന്ന് ആരംഭിച്ച് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ തങ്കളത്ത് അവസാനിക്കുന്ന രീതിയിലാണ് പാതയുടെ അലൈൻമെന്റ്. 2006 ആരംഭിച്ച പദ്ധതി IRC മാനദണ്ഡങ്ങളിൽ കുരുങ്ങി പ്രതിസന്ധിയിലായതോടെ ജില്ലയുടെ കിഴക്കൻ മേഖലയുടെ വികസനത്തിൽ നിർണായകമാകേണ്ടിയിരുന്നു. മറ്റൊരു പദ്ധതി കൂടി അകാല ചരമമടയുകയാണ്. 27 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിന്റെ നാമമാത്ര ഭാഗത്താണ് നിർമ്മാണം നടന്നത്. അതാണ് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ തങ്കളം മുതൽ ഇളമ്പ്രം വരെയുള്ളത്. കോതമംഗലം, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, കുന്നത്തുനാട് എന്നിങ്ങനെയാണ് നിർദ്ദിഷ്ട പാത കടന്നു പോകുന്നത്. നിലവിൽ കൊച്ചി നഗരത്തിൽ നിന്ന് 55 കിലോമീറ്ററോളം ദൂരമുണ്ട് കോതമംഗലത്തേക്ക്. പാത യാഥാർത്ഥ്യമാകുന്നതോടെ ഇത് 27 കിലോമീറ്ററായി കുറയുമെന്നും കണക്കാക്കപ്പെട്ടു. 2006 ഉപഗ്രഹ സർവേ പൂർത്തിയാക്കി 2009 ഭരണാനുമതി നൽകി. 2015 സംസ്ഥാന ബജറ്റിൽ 10 കോടി അനുവദിച്ചു. തുടർന്ന് 1ാം പിണറായി സർക്കാരിൻ്റെ ആദ്യ വർഷം മറ്റൊരു 67 കോടിയും അനുവദിച്ചു. ഈ തുകയാണ് പ്രാരംഭ നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. പെരിയാറിന്റെ തീരത്ത് നഗരസഭയിലെ ഏലൂർ ഫെറി ടൂറിസം പ്രൊജക്ടിന് മന്ത്രി P. രാജീവ് മാർച്ച് 1 തറക്കല്ലിടും. പദ്ധതിയുടെ നിർമ്മാണത്തിന് ടൂറിസം വകുപ്പ് 1 കോടി രൂപ അനുവദിച്ചു. ഇതുകൂടാതെ ജില്ലാ ടൂറിസം വകുപ്പ് ഇവിടെ വാട്ടർ സ്പോർട്സ് ഇനങ്ങളും ആരംഭിക്കും. പദ്ധതി നടപ്പാക്കുന്നതിന് കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി നഗരസഭയ്ക്ക് അനുമതി നൽകി. AC വെയിറ്റിംഗ് റൂം ഉൾപ്പെടെയുള്ള കഫറ്റേറിയ, ശുചിമുറി, ബ്ലോക്ക്, ലാൻഡ്സ്കേപ്പ്, പാർക്കിംഗ്, ഓപ്പൺ ജിം, ഫിഷിംഗ് പോയിന്റ്, വോക്ക് വേ, സോളാർ വിളക്കുകൾ, സുരക്ഷയ്ക്കായി ഹാൻഡ് റെയിലുകൾ, തീരസംരക്ഷണം, നിലവിലുള്ള ബോട്ട് ജെട്ടിയുടെ നവീകരണം എന്നിവയാണ് ഏലൂർ ഫെറി വാട്ടർ മെട്രോ സ്റ്റേഷനും നാഷണൽ ഹൈവേക്കും 66നും സമീപത്തായി ഒരുങ്ങുന്ന ടൂറിസം പ്രൊജക്ടിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ദേശീയപാത 3ന്റെ ഭാഗവുമാണ്. പ്രതിവർഷം 1.5 ലക്ഷം പേർ ഇവിടെ സന്ദർശിക്കുന്നുവെന്നാണ് പ്രതീക്ഷ. കൂടാതെ വർദ്ധിച്ച തൊഴിൽ സാധ്യതയും നഗരസഭയ്ക്ക് വരുമാനവും പ്രതീക്ഷിക്കുന്ന പ്രൊജക്ട് കൂടിയാണിത്. പള്ളിത്തോട് തീരദേശ മേഖലയിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമായി തുടരുന്നു. അധികൃതരുടെ അടിയന്തര ഇടപെടൽ വേണമെന്ന് നാട്ടുകാർ. കഴിഞ്ഞ 1 മാസത്തിലേറെയായി പള്ളിത്തോട് 1, 16 വാർഡുകളിൽ ശുദ്ധജലക്ഷാമം അതിരൂക്ഷമാണ്. കടലോര ഗ്രാമമായതിനാൽ പൈപ്പ് വെള്ളം മാത്രമാണ് ആശ്രയം. ഭക്ഷണം പാചകം ചെയ്യുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി വെള്ളം കിട്ടാത്ത സാഹചര്യമാണ് ഇവിടെയുള്ളത്. മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഇവിടെ വെള്ളം വില കൊടുത്താണ് വാങ്ങുന്നത്. ശുദ്ധജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ജനജീവിതം തന്നെ താറുമാറായി അങ്കണവാടികളുടെ സ്കൂളുകളുടെയും പ്രവർത്തനം പ്രതിസന്ധിയിലാകുന്ന അവസ്ഥയിലാണ്. അതേസമയം പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതിന് ചാവടി മുതൽ പള്ളിത്തോട് ചാപ്പക്കടവ് വരെ മെയിൻ റോഡിനോട് ചേർന്ന് 10 ഇഞ്ച് പൈപ്പുകൾ പുനഃസ്ഥാപിക്കുക. പുതിയതോട്, തുറവൂർ പഞ്ചായത്തുകളിലേക്ക് വെള്ളം സംഭരിച്ച് പമ്പ് ചെയ്യുന്നതിന് പള്ളിത്തോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപം ജലസംഭരണി സ്ഥാപിക്കുക. പള്ളിത്തോട് റോഡ് മുക്കിൽ ബൂസ്റ്റർ സ്റ്റേഷൻ സ്ഥാപിക്കുക. ശുദ്ധജല ക്ഷാമം രൂക്ഷമാകുന്ന സമയങ്ങളിൽ ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കുക എന്നീ ആവശ്യങ്ങളാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. പള്ളിത്തോട്ടിലെ ശുദ്ധജലക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ രൂപത KLCയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായും ചർച്ച നടത്തി.
കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. കരുമാലൂർ മേഖലയിലെ പല ഭാഗത്തെയും കിണറുകളിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം ഉള്ളതായി പരിശോധനയിൽ കണ്ടെത്തി. ആരോഗ്യവകുപ്പ് ക്ലോറിനേഷൻ നടപടികൾ ഊർജിതമാക്കി. വെളിയത്തുനാട് മേഖലയിൽ കഴിഞ്ഞ 2 മാസത്തിനിടെ 12 പേർക്കും മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുകയും അതിൽ 2 പേർ മരിക്കുകയും ചെയ്തിരുന്നു. അന്തേവാസിയായ യുവാവ് മരിച്ച വെളിയത്തുനാട് വെൽഫെയർ ട്രസ്റ്റിംഗ് ഡെപ്യൂട്ടി DMOയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു. കൂടുതൽ അന്തേവാസികൾ താമസിക്കുന്ന പ്രദേശമായതിനാൽ പഞ്ചായത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ഇന്നും വെള്ളം പരിശോധന നടത്താനും കമ്മിറ്റി കൂടി തീരുമാനിച്ചു. കഴിഞ്ഞ 2 മാസത്തിലേറെയായി കരുമാലൂർ പഞ്ചായത്ത് പരിധിയിലെ പല ഭാഗത്തെയും കിണറുകളിലെ വെള്ളം പരിശോധന നടത്തി വരികയാണ്. ഈ പരിശോധനയിൽ ഒട്ടേറെ പ്രദേശങ്ങളിലെ കിണറുകളിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. കൂടാതെ സ്വന്തം നിലയ്ക്ക് പരിശോധന നടത്തുന്നവരുമുണ്ട്. ഹോട്ടലുകളിലെ വെള്ളം പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ലൈസൻസ് പുതുക്കി നൽകുന്നുള്ളൂ ആരോഗ്യ വിഭാഗം അറിയിച്ചു. കിണറുകളിലെ വെള്ളം വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കെട്ടിട സമുച്ചയങ്ങളും കച്ചവട സ്ഥാപനങ്ങളും കൃത്യമായി പരിശോധന നടത്തി ഉപയോഗിക്കണമെന്നും അല്ലാത്ത പക്ഷം അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. എല്ലാ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ സന്ദേശം നൽകുമെന്നും പൊതുകാനകളിലെയും മാലിന്യം ഒഴുക്കുന്നവരെയും മോശം വെള്ളം പൊതു ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളെയും പിടികൂടി പിഴ ചുമത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സബിത നാസർ പറഞ്ഞു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.